ബി ആർ സുനിൽ കൂടിയുണ്ട്. സുനിൽ, ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? ഇത് മുൻപും തമിഴ്നാട്ടിൽ ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നാടകീയ രംഗങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കരുണാനിധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എത്രത്തോളം അപമാനിച്ചായിരുന്നു അന്ന് ജയലളിതയുടെ പോലീസ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് കരുണാനിധി ശക്തനായി ഉയർന്നു വരുന്നതാണ് കണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഒരു സ്ത്രീയെ അപമാനിച്ച വിഷയമാണ്, സ്ത്രീ വിരുദ്ധ പരാമർശമാണ്. ഇത് വ്യാപകമായി മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപലപിക്കുന്ന രൂപത്തിലേക്ക് കൂടി വളർന്നിരിക്കുന്നു. സ്മൃതി, തീർച്ചയായും തമിഴ്നാട് രാഷ്ട്രീയം നമുക്കറിയാം. പകയുടെയും വൈരാഗ്യത്തിന്റെയും രാഷ്ട്രീയം കൂടിയാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം. അതെല്ലാ കാലത്തും അതുപോലെ തന്നെയായിരുന്നു. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജയലളിതയുടെ അറസ്റ്റ് നമുക്കറിയാം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിതയെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്, പിന്നീട് ജയലളിതയുമായി ബന്ധപ്പെട്ട് തമിഴ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ, അവരുടെ ചെരുപ്പുകളുടെ എണ്ണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വാർത്തകൾ. അതിന് പിന്നാലെ ജയലളിത അധികാരത്തിൽ വന്ന ശേഷം പിന്നീട് കരുണാനിധിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാഴ്ചയൊക്കെ തന്നെ നമുക്കറിയാം. അന്ന് കരുണാനിധി നിലവിളിച്ച് കൊണ്ട് പോലീസ് കരുണാനിധിയെ വലിച്ചിഴച്ചുകൊണ്ടാണ് അന്ന് വാഹനത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയത്. അപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാണ് അധികാരത്തിലെത്തുന്ന പാർട്ടി പ്രതിപക്ഷ പാർട്ടികളെ ഈ രീതിയിൽ വേട്ടയാടുന്ന സാഹചര്യമൊക്കെ തന്നെ തമിഴ്നാട്ടിൽ പല കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും അഴിമതി കേസിലോ മറ്റേതെങ്കിലും രാഷ്ട്രീയ വൈരത്തിന്റെ കേസിലോ അല്ല. ഇതൊരു സ്ത്രീ അധിക്ഷേപമാണ്. വിജയുമായി ബന്ധമുള്ള തൃശയ്ക്ക് നേരെ അധിക്ഷേപ പരാമർശം നടത്തിയതിനാണ് പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിനെതിരെ ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ, നേരത്തെ സായ്കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ചെന്നൈയിൽ തുടരുന്നത്. ഈ പോലീസ് വാഹനത്തിന് ചുറ്റുമൊക്കെ തന്നെ വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരുന്നു. ഏതായാലും ഇതൊരു തമാശയാണ് എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു സ്ത്രീ അധിക്ഷേപമാണ്, ഒരു സ്ത്രീയെ മോശമായ രീതിയിൽ പരാമർശിച്ച ഒരു പരാമർശമാണ്. താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് ഉദയനിധി സ്റ്റാലിൻ പറയുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പരാമർശത്തിനെതിരെ വലിയ വിമർശനങ്ങൾ എല്ലാ തലങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്ന്, രാഷ്ട്രീയ മേഖലയിൽ നിന്ന്, സാമൂഹ്യ രംഗങ്ങളിൽ നിന്നൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നാണ് ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കുന്നത്. DMK അവിടെ പ്രതിപക്ഷത്താണ്. വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ DMKക്ക് നേരിടേണ്ടി വന്നത്. അവിടുത്തെ നിയമസഭാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ വലിയ നാടകീയ കാഴ്ചകളാണ്. മുഖ്യമന്ത്രി വിജയ് പ്രസംഗിക്കാനായി എഴുന്നേൽക്കുമ്പോൾ തന്നെ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്ന വലിയ നാടകീയ കാഴ്ചകളുണ്ട് അവിടുത്തെ നിയമസഭാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ. അങ്ങനെ വലിയ ഏറ്റുമുട്ടലാണ് അവിടെ ഭരണ പ്രതിപക്ഷവും തമ്മിൽ നടക്കുന്നത്. അത് തെരുവിൽ നടക്കുന്നു, അത് നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് സ്ത്രീ അധിക്ഷേപമാണ് എന്ന് പോലീസും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പറയുമ്പോൾ അതല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് DMKയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും പറയുമ്പോൾ വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കൂടിയായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.